ഓർക്കണം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ വഴിയിൽ വെച്ച് വിളിച്ചു, സാവു സാവു, എന്താണ് ചെയ്തത്? നീ ചെയ്യുന്നു. അതെ, ആദ്യത്തെ ആ ഒരു വാക്ക്, നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? ഉടനെ ഉദ്ധാരണം ചെയ്ത് പിതാവിന്റെ വലതു ഭാഗത്തേക്ക്, അതുപോലെ തന്നെ ഇന്ന് ആത്മാവിലൂടെ നമ്മോട് വസിക്കുന്ന ആ കർത്താവ്, ഭക്തനായ കർത്താവ്, ഉയർത്തുന്ന കർത്താവ് ചോദ്യമാണ്, നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ, നമ്മൾ തിന്മയെ ജീവിക്കുമ്പോൾ ഇന്നും ജീവിക്കുന്നതായ കർത്താവിനെയാണ് വിളിക്കുന്നത്. ഓരോ വിഷയം പറഞ്ഞാൽ ഇന്നും കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. നമ്മളത് നമ്മൾ പ്രത്യേകിച്ച് നന്മ സ്വീകരിച്ച് ഞാനാണ് നീ പീഡിപ്പിക്കുന്ന സ്ഥലം ഈശോ. അവന് മനസ്സിലായി, അവരുടെ ജീവിതത്തിൽ സ്വർഗരാജ്യം മനസ്സാന്തം പറഞ്ഞാൽ പാപത്തെ പാവങ്ങളുടെ ഏറ്റു പറയുന്നു. അതൊരു ചെറിയ ഭാഗമേ ആകുന്നു.